ഹലോ നമസ്കാരം. സന്തോഷ് കുമാർ. പുതിയ പാർലമെൻറ്റ് മന്ദിരം, G20 ഉച്ചകോടി, ജമ്മു കാശ്മീരിന് വേണ്ടി പാർലമെൻറ്റിൽ പാസ്സാക്കിയ ആർട്ടിക്കിൾ 370, കേന്ദ്ര സർക്കാരിൻ്റെ പൗരത്വ നിയമം, ഇലക്ഷൻ കമ്മീഷൻ്റെ ഇലക്ടറൽ ബോണ്ട് കേസ്, 3 ഇലക്ഷൻ കമ്മീഷണർമാരിൽ 2 പേർ രാജിവെക്കുകയും പുതിയ കമ്മീഷണർമാർ നിയമിതരാകുകയും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഭാരതത്തിലെ ജനോത്സവ ലോക്സഭ ഇലക്ഷൻ 2024 ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെയുള്ള തീയതികളിലായി നടത്തും. ജൂൺ 4 വോട്ടെണ്ണൽ. പഴുതുകളില്ലാത്ത ക്രമീകരണങ്ങളുമായി 7 ഘട്ടങ്ങളിലായി. 2ാം ഘട്ടമായ ഏപ്രിൽ 26 കേരളത്തിലെ പോളിംഗ്. 2,72,80,160 വോട്ടർമാർ. അയൽ സംസ്ഥാനങ്ങളിലെ 26 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പും ഇതോടൊപ്പം. എല്ലാ വോട്ടർമാരും ചരിത്രത്തിന് പങ്കാളികളാകണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDA സർക്കാരിൻ്റെ ഭൂരിപക്ഷം 2024 400 സീറ്റായി ഉയരുമെന്നും കേരളത്തിൽ BJPക്ക് 2 സീറ്റ് നേടാൻ കഴിയുമെന്നും. പത്തര ലക്ഷം പോളിംഗ് ബൂത്തുകൾ, 1.5 കോടി പോളിംഗ് ഉദ്യോഗസ്ഥർ, 2100 നിരീക്ഷകർ, 96.8 കോടി വോട്ടർമാർ, 49.7 കോടി പുരുഷന്മാരും 47.1 കോടി സ്ത്രീകളും, കന്നി വോട്ടർമാർ 1.8 കോടി, 19.74 യുവാക്കളും 85 ലക്ഷം പെൺകുട്ടികളും 48,000 ട്രാൻസ്ജെൻഡേഴ്സും. പോളിംഗ് ബൂത്തുകളിൽ മികച്ച സൗകര്യങ്ങൾ, കുടിവെള്ളവും ശൗചാലയവും വീൽചെയറും വർക്ക് ഫ്രം ഹോം സൗകര്യവും. 85 വയസ്സ് കഴിഞ്ഞവർക്കും 40% ശാരീരിക വൈകല്യമുള്ളവർക്കും വീട്ടിലിരുന്ന് വോട്ട്. പ്രശ്ന സാധ്യതാ ബൂത്തുകളിൽ പോലീസ്, കേന്ദ്രസേനാ വിഭാഗങ്ങൾ. അക്രമങ്ങൾ തടയാൻ കർശന നടപടികൾ. വിമാനത്താവളങ്ങൾ, പോർട്ടുകൾ, ചെക്ക് പോസ്റ്റുകൾ, ഹെലികോപ്റ്റർ ട്രാവലിംഗ് മേഖലകളിൽ ശക്തമായ നിരീക്ഷണം. സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ KYC ആപ്പിൽ. ഓൺലൈൻ പണമിടപാടുകൾ നിരീക്ഷിക്കും. കുട്ടികളെ പ്രചാരണത്തിനായി ഉപയോഗിക്കരുത്. താരങ്ങൾ അതിരുവിടരുത്. ബോർഡറുകളിൽ റഡാറുകളുടെ നിരീക്ഷണം. വിദ്വേഷ പ്രസംഗം പാടില്ല. ആരുടെയും സ്വകാര്യ ജീവിതത്തിൽ ഇടപെടരുത്. സാമൂഹ്യ മാധ്യമങ്ങൾ നിരീക്ഷിക്കും. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എതിരാളികളെ അപമാനിക്കരുത്. പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ, ചട്ടലംഘനം തുടരുന്നത്, കർശന നടപടികൾ. റീപോളിംഗ് സാധ്യതകൾ പരമാവധി ഒഴിവാക്കണം. കേരളത്തിലെ പോളിംഗ് വെള്ളിയാഴ്ച ദിവസമായതിനാൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റണമെന്ന ഹർജിയുമായി മുസ്ലിം ലീഗ്. പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം 7% വർദ്ധിപ്പിക്കാനുള്ള അനുമതി വാങ്ങിയിരിക്കുന്നു. ഏപ്രിലിൽ ലഭിക്കുവാൻ സാധ്യത. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സേവ്